ഒരുവശത്ത് സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടം അവസാനിച്ചു. മറുവശത്താകട്ടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശൗര്യം തീരുന്നില്ല. കടുത്ത പ്രസ്താവനകളുമായി ട്രംപ് വീണ്ടും രംഗത്ത് വരികയാണ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ലെബനനിൽ ഹെസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഇറാൻ മാറണം, ഇല്ലെങ്കിൽ അതിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ഭീഷണിയെ തുടർന്ന് ചർച്ചാവേദിയിൽ നിന്ന് ഇറാൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 1.5 മണിക്കൂറോളം അവർ മാറി നിന്നു. അത് മാത്രമല്ല, പ്രതിനിധി സംഘങ്ങൾ അമേരിക്കയുമായി ഹസ്തദാനം നടത്താൻ ഇറാൻ സംഘം വിസമ്മതിക്കുകയും ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒപ്പം ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നു ട്രംപിനോട് പറയുന്നത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ്. അങ്ങനെ ചർച്ചകളുടെ ഒരു ഘട്ടം അവസാനിച്ചുവെങ്കിലും അതിൽ ചില പുരോഗതി ഉണ്ട് എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുവെങ്കിലും വാക്പോർ അവസാനിക്കുന്നില്ല. കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഈ ട്രംപിന്റെ ശൗര്യം അത് അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ അടച്ചിട്ട വിധത്തിലാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. അത് ഉടൻ തുറക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കണം? ഒരു വശത്ത് ചർച്ച, മറുവശത്ത് ഇത്തരം വെല്ലുവിളികൾ. രഞ്ജിത്ത്, സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റൺ റിസോർട്ടിൽ ആയിരുന്നു എല്ലാ കണ്ണുകളും. ഇവിടെ US-ഉം അതോടൊപ്പം തന്നെ ഇറാന്റെയും പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രതികരണം വന്നത്. സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് വിവാദ പ്രസ്താവന നടത്തിയത്. ഹെസ്ബുള്ളയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഇറാനെ ലക്ഷ്യം വെച്ചായിരുന്നു വിമർശനം. ഹെസ്ബുള്ളയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഹെസ്ബുള്ളയെ അടക്കമുള്ളവരെ സഹായിക്കുന്ന ഇറാൻ നിലപാട് തിരുത്തണമെന്നും, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ ആക്രമണം, അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതിനേക്കാൾ ശക്തമായ ആക്രമണം ഉണ്ടാകും എന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. ഇത് സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ചർച്ചകൾ പുരോഗമിച്ചു എങ്കിൽ കൂടിയും ട്രംപ് പറഞ്ഞ വാക്കുകൾക്ക് അതേ നാണയത്തിൽ തന്നെ ശക്തമായ മറുപടിയാണ് ഇറാനും നൽകിയത്. ഈ ചർച്ചകളിൽ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ തന്നെയാണ് ഇതിന് മറുപടി നൽകിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഒരു തരത്തിലുള്ള ഭീഷണികൾക്കും വഴങ്ങില്ല, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചർച്ചകളെ അടക്കം ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രതികരണം. അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ഈ വാക്പോര് തുടർന്നു. ലെബനനിൽ ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുകയാണ്. തിരിച്ചും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ പ്രതികരണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിശ്ചയിച്ച രീതിയിൽ തന്നെ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ അവസാനിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകളാണ് അവസാനിച്ചത്. ഈ ചർച്ചകളിൽ കൃത്യമായ ഒരു റോഡ് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അന്ത്യം കുറിക്കാനുള്ള ഈ ചർച്ചകൾക്കിടയിൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇറാൻ പറയുന്നത്, ഖത്തറിൽ US മരവിപ്പിച്ച $6 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകാൻ ധാരണയായി എന്നാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇത് സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘങ്ങളുടെ ചർച്ചയിൽ പ്രാഥമികമായ വിജയം തങ്ങൾക്കാണ്, വ്യവസ്ഥകൾ ഇറാന് അനുകൂലമാണ് എന്നാണ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന. അത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരിഹസിച്ചുകൊണ്ട് ഇത്തരം ധാരണകൾ നെതന്യാഹുവിനെ അസ്വസ്ഥനാക്കിയിരിക്കുകയാണെന്നും പെസഷ്കിയാൻ പറയുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അമേരിക്കയുടെ പ്രധാന ആശങ്കയാണ് എങ്കിൽ പോലും ഇപ്പോൾ തങ്ങളുടെ വലിയ സ്വത്തുക്കൾ വിട്ടുകിട്ടും എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.